ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സർക്കാരിന് നാളെ നിർണായകം. സ്വർണ്ണക്കടത്ത് കേസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അന്വേഷണം CBIക്ക് വിടുമോ എന്നതിലും സർക്കാരിന് ആശങ്കയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് CPM കേന്ദ്രങ്ങളുള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരൻ ചേർന്നു. പ്രശാന്ത്, CBI വരുമോ ഇല്ലയോ എന്നത് നാളെ അറിയാം. സർക്കാരിന് നാളെ നിർണായകമാണ്. സ്വർണ്ണക്കടത്ത് കേസ് കോടതി നാളെ പരിഗണിക്കാനിരിക്കെ അന്വേഷണം CBIക്ക് വിടുന്നതിൽ സർക്കാരിന് എന്തൊക്കെ തരത്തിലുള്ള ആശങ്ക, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട നാളെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. വളരെ നിർണായകമായൊരു ദിവസം തന്നെയായിരിക്കും നാളെ എന്ന് പറയുന്നത്. അതായത് ഈ കേസിൻ്റെ അന്താരാഷ്ട്ര സ്വർണ്ണ കവർച്ചക്കാർക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ളൊരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. CBIയുടെ കണ്ടെത്തലുണ്ടാകണം. CBI വന്നെങ്കിൽ മാത്രമേ കണ്ടെത്തൽ കഴിയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ CBI വരണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നാളെ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താകും എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് CBI വരണം എന്നൊരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിലെ CBIക്ക് കൈമാറിക്കൊണ്ടൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും വലിയ തിരിച്ചടി നേരിടാനുള്ള സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് ED വരും എന്നതടക്കമുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ മാനം തന്നെ മാറുന്ന നിലയിലേക്ക് എത്തും. സർക്കാർ തന്നെ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ട്. നിലവിൽ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും കാര്യക്ഷമമല്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അറസ്റ്റ് നടപടികളൊക്കെ നടക്കുന്നെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഈ കേസിൻ്റെ പ്രതി ആരാ എന്നതിന് കൃത്യമായ ഒരു വ്യക്തതയില്ല. പലരെയും കാടടച്ചുള്ള അറസ്റ്റ് നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ആരാണ് നേതൃത്വം നൽകിയത്, സ്വർണ്ണക്കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത് കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് എവിടെ വിറ്റു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു വ്യക്തത ഇപ്പോഴും അന്വേഷണ സംഘത്തിലില്ല. അതായത് തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നാളെ പ്രത്യേക അതായത് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് കേസ് പരിഗണിക്കുന്നത്. ഇതിൽ നിലവിലെ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് അന്വേഷണത്തിൻ്റെ നിലവിലെ ഈ സമയം വരെ നടന്ന എല്ലാ സമഗ്രമായിട്ടുള്ള വിഷയങ്ങളെല്ലാം അന്വേഷണവുമായി ബന്ധപ്പെട്ടെല്ലാം വിശദമായി പരിശോധിക്കും. പരിശോധിച്ച ശേഷമായിരിക്കും CBI വരണമോ വേണ്ടയോ എന്നൊരു കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരിക എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. മാത്രമല്ല, ഇതിൽ നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിമിതിയുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ, അതായത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഉദ്യോഗസ്ഥർ പലരും ഈ സംസ്ഥാന പോലീസുള്ളവർ തന്നെയാണ് ഉദ്യോഗസ്ഥർ പലരും. അതുകൊണ്ട് തന്നെ സർക്കാരിന് പ്രഷർ ചെലുത്താൻ സാധിക്കും, രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേസിൽ നടത്താൻ സാധിക്കുമെന്നാണ് മറ്റൊരു ആരോപണം നിലനിൽക്കുന്നത്, ആക്ഷേപം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കേന്ദ്ര ഏജൻസികൾ വന്നെങ്കിൽ മാത്രമേ കൂടുതൽ കേസിൻ്റെ ഗതി തന്നെ മാറുകയുള്ളൂ. മാത്രമല്ല, കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യണമെങ്കിലോ അതുമായി ബന്ധപ്പെട്ട് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സ്വർണ്ണക്കവർച്ച സംഘത്തിന് ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ പോലും ഇതിൽ CBI കേന്ദ്ര ഏജൻസികൾ വരണം എന്നൊരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനും നിർണായകമായിരിക്കും. കാരണം നാളത്തെ കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ നോക്കുകയും അതിനുശേഷം CBI വരണമോ വേണ്ടയോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അമൽ, വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലേക്ക് നിൽക്കെ CPM നേതാക്കളടക്കം പ്രതിയായ ഒരു കേസിൽ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ അത് ഇടതുമുന്നണി ഭരിക്കുന്ന സർക്കാരിന് ഗുണകരമാവില്ല എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരൻ.